ശബരിമല നിലയ്ക്കലിൽ എയർഫോഴ്സ് ഹെലികോപ്റ്റർ എന്തിനു വന്നു എന്ന് അറിയാതെ പോലീസ് ZP-5151 ഹെലികോപ്റ്ററാണ് നിലയ്ക്കലിൽ എത്തിയത്. വിവരങ്ങളുമായി ശ്രീരാജ് ചേരുകയാണ്. ശ്രീരാജ്, ഇതിപ്പോൾ നിയന്ത്രണ മേഖലയാണ് ഈ നിലയ്ക്കൽ എന്ന് പറയുന്നത്. മുൻപും ഇവിടെ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്, എന്നാൽ അതിൽ അന്വേഷണത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്ന് എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായത്? ലിനിഷ, അതായത് ഹെലിപ്പാഡിൽ ഈ ഹെലികോപ്റ്റർ ഇറങ്ങിയില്ല. 10 സെക്കൻഡോളം ഹെലിപ്പാഡിന് തൊട്ട് മുകളിലായി, തറനിരപ്പിൽ നിന്നും അല്പം മുകളിലായി ആ ഹെലികോപ്റ്റർ ഹോൾഡ് ചെയ്തു. പിന്നീട് അത് തിരികെ പോവുകയായിരുന്നു. ഇതിനെപ്പറ്റി, ഹെലികോപ്റ്റർ വന്നതിനെപ്പറ്റി പോലീസിനോ സ്പെഷ്യൽ ബ്രാഞ്ചിനോ കാര്യമായ വിവരം ഇല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ZP-5151 എന്ന ഹെലികോപ്റ്ററാണ് ഇവിടെ എത്തിയത്. എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് പോലീസിനും സ്പെഷ്യൽ ബ്രാഞ്ചിനും അടക്കം ഒരു വ്യക്തതയുള്ളത്. എന്തിന് വന്നു, അല്ലെങ്കിൽ അത് വന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തത ഇതുവരെയും എന്തായാലും വന്നിട്ടില്ല. നേരത്തെ ഇത്തരത്തിൽ നേവിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയതിലും ഒരു മുൻകൂട്ടി അറിയിപ്പില്ലാതെ വന്നതിലും ചില അന്വേഷണങ്ങളൊക്കെ നടന്നിരുന്നു. പിന്നീട് അത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഇക്കാര്യത്തിലും നിലവിൽ പോലീസിനൊരു വ്യക്തതയില്ല. എന്താണ് ഈ ഹെലികോപ്റ്റർ വന്നതിനെ പറ്റിയുള്ള ഉദ്ദേശം എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. ആറന്മുളയിലേക്ക് ഉപരാഷ്ട്രപതി അടക്കം എത്തുന്നുണ്ട്. അതിനു മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പരിശോധനയാണോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രമാടത്തെ ഹെലിപ്പാഡ് അടക്കം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ശബരിമല നിലയ്ക്കൽ ഹെലിപ്പാഡിലേക്ക് എത്തേണ്ട കാര്യം സാധാരണഗതിയിലില്ല. ഇനി അതുമായി ബന്ധപ്പെട്ട തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ആണോ ഈ ഹെലികോപ്റ്റർ എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ലിനിഷ.